ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. കേരളം വരാനിരിക്കുന്ന മാസങ്ങളിൽ കടുത്ത ചൂടിലേക്ക് നീങ്ങുന്നതായി കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. വെറുമൊരു വേനൽ ചൂടിനപ്പുറം പസഫിക് സമുദ്രത്തിലെ താപവ്യതിയാനം മൂലമുണ്ടാകുന്ന എൽനിനോ പ്രതിഭാസമാണ് ഈ വർഷത്തെ ചൂട് വർദ്ധിപ്പിക്കുന്നത്. മെയ് മാസത്തോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. അടുത്ത അറിയിപ്പ് സ്വർണ്ണവിലയെക്കുറിച്ചാണ്. ഇന്നലെ നേരിയ കുറവ് അനുഭവപ്പെട്ട സ്വർണത്തിന് ഇന്ന് വില കൂടി. പവന് 1080 രൂപയും ഗ്രാമിന് 135 രൂപയുമാണ് കൂടിയത്. ഇതോടെ പവന് 1,12,880 രൂപയും ഗ്രാമിന് 14,110 രൂപയുമായി ഉയർന്നു. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. അപേക്ഷകർ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരായിരിക്കണം. ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് ഉടൻ അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. കെ-സ്മാർട്ട് വഴിയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ പരിശോധിച്ച ശേഷം അർഹരായവർക്കെല്ലാം പെൻഷൻ ഉറപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ പിശകുകൾ കണ്ടെത്തിയ അപേക്ഷകൾ നിരസിക്കുന്നുണ്ട്. ഇവയുടെ തെറ്റുകളെല്ലാം തിരുത്തി ശരിയായ രേഖകൾ നൽകി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സുരക്ഷാ പെൻഷന്റെ 3ാം ഗഡു വിതരണത്തിന് ഇനി അധിക ദിവസങ്ങളില്ലെന്ന റിപ്പോർട്ടാണ് വരുന്നത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അക്കൗണ്ടിൽ പണമെത്തും. ആദ്യത്തെ 2 ഗഡുക്കൾ ലഭിക്കാതിരിക്കുന്നവർക്ക് അതുകൂടി ചേർത്തായിരിക്കും പെൻഷൻ ലഭിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്.